ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഓടാനൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ഊബർ ഓടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഊബറിൻ്റെ ഏർണിങ്സും കാര്യങ്ങളും ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5:45 അപ്പോൾ ഓടാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ബാംഗ്ലൂരിലുള്ള ഏർണിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. മാക്സിമം ഒരു വിധമുള്ള ട്രിപ്പുകളൊക്കെ അതിന് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏർണിങ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കാണാം. ആദ്യം തന്നെ അങ്ങോട്ട് ഊബർ ഓണാക്കട്ടെ. ഊബർ ഓണാക്കി. ഊബർ ഇവ ഇനി വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. ഇവ ഓണാക്കി വയ്ക്കുന്ന ട്രിപ്പ് കിട്ടില്ല. എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ ഒന്ന് കസ്റ്റമർ എടുക്കാൻ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന വണ്ടി ഇവിടെ തിരിച്ച് നിർത്താം. അതായിരിക്കും നല്ലത്. ഓക്കെ, കസ്റ്റമർ ചെറിയൊരു പോസ്റ്റ് ഇട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എയർപോർട്ടിലേക്ക് അവർ ഇറങ്ങിയിട്ടില്ല. ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. നോക്കാം എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു നോക്കാം. അങ്ങനെ ആദ്യത്തെ കസ്റ്റമറെ ഇറക്കി കഴിഞ്ഞു. ഞാൻ എയർപോർട്ടിൽ റിട്ടേൺ ട്രിപ്പ്. വണ്ടികൾ ഭയങ്കര കൂടുതൽ. ഇനി നേരെ പുറത്തേക്ക് പോകാം. എയർപോർട്ടിൽ നിന്ന് നേരെ പുറത്തോട്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് കാലിയടിച്ച് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാലിയടിച്ചിട്ടെന്ന് പറഞ്ഞാൽ 100-500 വണ്ടിയുള്ള മേലെ ഉണ്ട് എയർപോർട്ടിനകത്ത്. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് ഏകദേശം ചിലപ്പോൾ 2-3 മണിക്കൂർ നിൽക്കേണ്ടി വരും. വെറുതെ 2-3 മണിക്കൂർ നിന്നിട്ട് ആ സമയം കളയാനങ്ങാട്ടും നല്ലത് നേരെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തുനിന്ന് ട്രിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാം. സത്യം പറയുകയാണെങ്കിൽ എയർപോർട്ട് എടുക്കുന്ന ഇങ്ങനെ വരുമ്പോൾ എയർപോർട്ട് എടുക്കുന്നത് ഭയങ്കര നഷ്ടമായിട്ട് മാറുള്ളൂ. കാരണം ഇനി ചിലപ്പോൾ 10 കിലോമീറ്ററുകളൊക്കെ കാലി അടിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ എയർപോർട്ട് എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ എയർപോർട്ട് എടുക്കാതിരിക്കുന്നതും ഒരു കണക്കിന് നല്ലത് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇത് ഒരു 400 സംതിങ്ങിൻ്റെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ ഓട്ടം കഴിഞ്ഞ് നോക്കിയോ 10 കിലോമീറ്റർ വെറുതെ പോകാമെന്ന് പറയുമ്പോൾ നഷ്ടമാണ് വരുന്നത്. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് ഇവിടുന്ന് റിട്ടേൺ കിട്ടാത്തതുകൊണ്ട് കുറച്ച് നേരമായി ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് റിട്ടേൺ കിട്ടിയില്ല. കുറച്ച് ദൂരം കൂടെ പോകുന്നു, ഒരു 6 കിലോമീറ്ററോളം പോകുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു നല്ല മലയാളിക്കട ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഇനി വീണ്ടും പോകാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പോകാം. ഗൈസ്, അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവുക. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് തീർന്ന് കസ്റ്റമറിനെ ഇവിടെ ഇറക്കി താഞ്ഞ് ഒരു ട്രിപ്പും കൂടി വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ഓക്കെ, മൂന്നാമത്തെ കസ്റ്റമറിനെ അങ്ങനെ അടുത്ത ഓട്ടം കഴിഞ്ഞ് ആ കസ്റ്റമർ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കണം. ഞാൻ അടുത്ത ഓട്ടം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ അതിനിപ്പോൾ എത്ര 3 കിലോമീറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് വരാം. ഇടയിൽ 1-2 ഓട്ടം വന്നിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ട്രാഫിക്കും കാരണം കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ലാസ്റ്റ് എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് കാണിച്ചു തരും കേട്ടോ. എന്തായാലും നോക്കാം. അങ്ങനെ വന്നിട്ട് വീണ്ടും 9ാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. 9ാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാണ് എയർപോർട്ടിനകത്ത്. 9ാമത്തെ ട്രിപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ട്രിപ്പിൻ്റെത് 9 ട്രിപ്പായി. 2945 ഉറുപ്പ്യ ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇനി പോട്ടം നിർത്തുക. അതാ 11 മണിക്കൂർ 11.5 മണിക്കൂർ ജോലി ചെയ്ത് 9 ട്രിപ്പായി.
ഇതിപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സമയം എൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് പോയതുകൊണ്ടാണ്, എയർപോർട്ട് ട്രിപ്പൊക്കെ ആയിട്ടിൻ്റെ പോയതുകൊണ്ടാണ് അത്രയും ടൈം ഓവറായത്. ഇല്ലെങ്കിൽ എന്തായാലും 10-12 ട്രിപ്പ് എന്തായാലും കവർ ചെയ്തിട്ടുണ്ടാവും. അതിൽ കണ്ട 7 മണിക്കൂറാണ് ഇത് ആക്റ്റീവായിട്ട് ഇരുന്നിട്ടുള്ളത്. ബാക്കി ടൈമൊക്കെ എയർപോർട്ടിൽ വേസ്റ്റായി പോയതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് എമൗണ്ട് ഒരു ദിവസത്തിൻ്റെ എയർണിങ്സ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ദിവസത്തെ എയർണിങ്സും കാര്യങ്ങളും ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നു. അപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന വിടുക. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറി പോരാ. നിങ്ങൾക്ക് എന്തായാലും എയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനൊരു സാമ്പിൾ ഇന്നൊരു ദിവസം ഓടിയിട്ട് കാണിച്ചു തന്നതാണ്. ഇനിയുള്ള വീഡിയോസിൽ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ, ബാംഗ്ലൂർ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.